നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഈ ചാപ്റ്ററിലെ പ്രൊഡക്ടിവിറ്റി എന്ന ടോപ്പിക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. പാരറ്റോ അനാലിസിസ്. നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, തിയറി ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് പാരറ്റോ അനാലിസിസ്. നോക്കാം. The Pareto analysis is also known as the Pareto principle, 80 or 20 rule. Assume that the large majority of problems, 80%, are determined by a few important causes, 20%. അതായത് പാരറ്റോ അനാലിസിസ് അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. 80-20 റൂൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇവിടെ പറയുന്നത് നമ്മുടെ മൊത്തം ഒരു ഏതൊരു പ്രശ്നത്തിന്റെയും ഒരു 80% പ്രശ്നങ്ങളുടെയും കാരണം 20% വരുന്ന ഒരു ഫ്യൂ കോസസ്, വളരെ ചെറിയ വരുന്ന 20% വരുന്ന ചില റീസൺസ് കൊണ്ടാണ് ഈ 80% പ്രോബ്ലങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ചെറിയ നമുക്ക് സാധാരണ പറയാം, ചെറിയ കാരണങ്ങളാണ് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത് എന്നുള്ളൊരു സിദ്ധാന്തമാണ് എന്ത് പാരറ്റോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പാരറ്റോ അനാലിസിസ് പറയുന്നത്. 80-20 റൂൾ. 80% പ്രോബ്ലത്തിന്റെ കാരണം 20% ഇമ്പോർട്ടൻറ്റ് കോസസ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, the founder of this analysis, Italian economist Vilfredo Pareto, discovered this when he was carrying out a study at the end of the 18th century, in which he ascertained that 20% of the Italian population owned 80% of the property. അപ്പം ഒരു ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഒരു തിയറിക്ക് ഫൗണ്ടർ ആയിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹം 18ാം നൂറ്റാണ്ടില് ഇറ്റലിയിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് അയാൾ മനസ്സിലാക്കി അവിടുത്തെ ആകെ സ്വത്തിന്റെ 80% ആ നാട്ടിലെ 20% വരുന്ന ആളുകളാണ് കൈവശം വെക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദിസ് 80-20 റൂൾ or Pareto analysis was further developed by total quality management guru Joseph Juran after 1940 and can be applied to various matters. ഈ പാരറ്റോ അനാലിസിസ്, പാരറ്റോയുടെ പേരിലുള്ള 80-20 റൂള് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഗുരു ആയിട്ടുള്ള ജോസഫ് ജുരാൻ 1940 എന്ത് ചെയ്തു, നമ്മുടെ കോസ്റ്റിംഗ് മേഖലയിലേക്കും മറ്റു മേഖലയിലേക്കും ഇത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, then Pareto principles illustrate that 80% of effects arises from 20% of the causes. അതായത് 80% എഫക്റ്റുകളും 80% കാരണങ്ങളും അല്ലെങ്കിൽ 80% എഫക്ട്സുകൾ ഉണ്ടാകുന്നത് 20% കോസസിൽ നിന്നാണ് ആണ് ഈ പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, മറ്റൊരു ടേംസിൽ പറയുകയാണെങ്കിൽ 20% of your action or activities will account for 80% of your result or outcome. മറ്റൊരു മീനിങ് പറയുകയാണെങ്കിൽ നമ്മുടെ 20% വരുന്ന നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ആക്ഷൻസ് ആണ് 80% വരുന്ന നമ്മുടെ ഔട്ട്കംസിന് അല്ലെങ്കിൽ റിസൾട്ടിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, essentially the Pareto principle state that sources of problems can be divided into two categories. അപ്പൊ പാരറ്റോ പ്രിൻസിപ്പിൾസ് പ്രകാരം എന്താണ്, ഈ പ്രോബ്ലങ്ങളുടെ സോഴ്സസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ദ വൈറ്റൽ ഫ്യൂ, a small number of sources that account for most of problem. അതായത് ഈ സ്മോൾ നമ്പർ ഓഫ് സോഴ്സസ് ദാറ്റ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ഓഫ് പ്രോബ്ലം, മോസ്റ്റ് ഓഫ് പ്രോബ്ലത്തിന് കാരണമാകുന്ന ചെറിയ ചെറിയ സോഴ്സസിനെയാണ് വൈറ്റൽ ഫ്യൂ എന്ന് പറയുന്നത്. ദെൻ യൂസ്ഫുൾ മെനി, the large number of remaining sources that individually and collectively account for relatively small part of the entire problem. അത് മൊത്തം പ്രോബ്ലത്തിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട്, എന്നാൽ അത് കളക്റ്റീവ്ലി അതായിരിക്കും എന്ത് കൂടുതലായിട്ടുണ്ടാവുക. അങ്ങനെയുള്ളത് കളക്റ്റീവ്ലി എന്താണ് സ്മോൾ നമ്പർ ആണ്, ഇൻഡിവിജ്വലി സ്മോൾ നമ്പർ ആണ്, പക്ഷെ കളക്റ്റീവ്ലി അത് ലാർജ് നമ്പർ ആയിട്ട്, എന്നാൽ അത് ടോട്ടൽ പ്രോബ്ലത്തിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമായിരിക്കും. അതിനെയാണ് യൂസ്ഫുൾ മെനി. അങ്ങനെ വൈറ്റൽ ഫ്യൂ ആൻഡ് യൂസ്ഫുൾ മെനി, ഇങ്ങനെ രണ്ട് സോഴ്സസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാരറ്റോ പ്രിൻസിപ്പിൾസ് പ്രകാരം പ്രോബ്ലത്തിന്റെ സോഴ്സസിന് രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, വൈറ്റൽ ഫ്യൂ ആൻഡ് യൂസ്ഫുൾ മെനി. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. ദെൻ നെക്സ്റ്റ് topic,
Theory of constraint. Theory of constraints. The theory of constraints is an organizational change method that is focused on profit improvement. The essential concept of TOC, which means theory of constraint, is that every organization must have at least one constraint. A constraint is any factor that limits the organization from getting more of whatever it strives for, which is usually profit. അപ്പോൾ തിയറി ഓഫ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ പ്രോഫിറ്റിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ഫാക്ടർ ഉണ്ടായിരിക്കും. ആ ഫാക്ടറിനെ ഫോക്കസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഓർഗനൈസേഷനും അങ്ങനെ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് ഒരു കൺസ്ട്രെയിന്റ് എങ്കിലും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എങ്കിലും എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആ ലിമിറ്റിംഗ് ഫാക്ടർ ആ ഓർഗനൈസേഷന് ലാഭം, അതായത് ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് എന്ത് ചെയ്യും, തടസ്സമായിട്ട് നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, the goal focus on constraints as bottleneck process in a job shop manufacturing organization. However, many non-manufacturing constraints exist, such as market demand or sales department's ability to translate market demand into orders. അപ്പം ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസിലൂടെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ജോബ് ഷോപ്പ് ഓർഗനൈസേഷൻസിലുള്ള കൺസ്ട്രെയിൻസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, ലിമിറ്റിംഗ് ഫാക്ടറിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്നുള്ളതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നോൺ മാനുഫാക്ചറിങ് കൺസേൺ മാത്രമല്ല, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഏരിയയിൽ മാത്രമല്ല എന്ത് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉള്ളത്, അല്ലാതെ നോൺ മാനുഫാക്ചറിങ് ഏരിയയിലും എന്തുണ്ട്, ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്? മാർക്കറ്റ് ഡിമാൻഡ് അതിനൊരു എക്സാമ്പിൾ ആണ്. ഓർ എ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് എബിലിറ്റി ടു ട്രാൻസ്ലേറ്റ് മാർക്കറ്റ് ഡിമാൻഡ് ടു ഓർഡർ. അല്ലെങ്കിൽ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് മാർക്കറ്റ് ഡിമാൻഡിനെ അവരുടെ ബിസിനസ്സിലേക്കുള്ള എന്താണ് ഓർഡർ, പ്രൊഡക്റ്റ് ഓർഡർ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി, ഇതും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ എന്താണ് മെയിൻലി തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഫോക്കസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് മേഖലയിലുള്ള ലിമിറ്റിംഗ് ബോട്ടിൽനെക്കിനെ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നോൺ മാനുഫാക്ചറിങ് സെക്ടറിലും എന്തുണ്ട്, ലിമിറ്റിംഗ് കൺസ്ട്രെയിൻസ്, തിയറി ഓഫ് കൺസ്ട്രെയിൻസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ്. അത് നിങ്ങൾക്ക് ഒരു ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എന്താണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്നുള്ളത്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കി പോവാം. The next JIT or lean manufacturing, just in time അല്ലെങ്കിൽ lean manufacturing. എന്താണ് JIT എന്ന് നോക്കാം ആദ്യം. JIT is an inventory management technique. It focuses on maintaining zero level of inventory. As the name suggests, raw material and component are obtained from the vendor or supplier immediately before they are needed in manufacturing process. It is just in time they are needed. അതായത് പേര് തന്നെയുണ്ട്, ജസ്റ്റ് ഇൻ ടൈം, ജിറ്റ് എന്ന് പറയും. അതൊരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സീറോ ലെവൽ ഓഫ് ഇൻവെന്ററി ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ റോ മെറ്റീരിയൽ ഒന്നും സ്റ്റോക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് അപ്പൊ സ്റ്റോക്ക് ചെയ്യാതെ ഇൻവെന്ററീസ് എന്താണ് ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതാണ് ജിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. As the name suggests, raw material and component are obtained from the vendor or supplier immediately before they are needed in manufacturing process. നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ കോമ്പോണൻസ് എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത്, ആ സമയത്ത് നമ്മൾ നമ്മുടെ വെണ്ടറുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈയുടെ കയ്യിൽ നിന്നും അത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് എന്ത്, പ്രൊഡക്ഷൻ പ്രോസസ്സിന് എപ്പോഴാണ് ആവശ്യം ആ സമയത്തേക്ക് നമ്മൾ സപ്ലൈയുടെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ കൊണ്ടുവരിക. ആ രീതിയാണ് ജിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം ദേ ആർ നീഡഡ്. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് ഓർഗനൈസേഷനിലേക്ക് ഇൻ ചെയ്യുക. ഓക്കെ, അതാണ് ജസ്റ്റ് ഇൻ ടൈം. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം പ്രകാരം നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ടാവില്ല, ഈ സ്റ്റോക്ക് ആയിട്ട് ഒന്നും കെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ജിറ്റ് is also called stockless system or zero inventory system or lean production system or Kanban system. Kanban means signboard in Japanese. ജാപ്പനീസ് വേർഡാണ്. ഓക്കെ, അപ്പൊ ഇത് ജിറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റോക്ക്ലെസ് സിസ്റ്റം, സീറോ ഇൻവെന്ററി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, ലീൻ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതിന് കൺബാൻ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇൻ ഷോർട്ട്, just-in-time manufacturing means producing the necessary items in necessary quantities at the necessary time.
അപ്പൊ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഐറ്റം ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ആവശ്യം വരുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ വിച്ച് നോ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് റിമൂവ്ഡ്. അപ്പോൾ ഈ ഇതിന് പിന്നിലുള്ള ഫിലോസഫി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇവിടെ എന്തില്ല, ഈ വേസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നു, അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നോ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ഇവിടെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാണ്, ഐഡന്റിഫൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ പ്രത്യേകത, ഈ ജിറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ വിച്ച് നോ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് റിമൂവ്ഡ്. അപ്പോൾ നോ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ ഇല്ലാതാക്കി മാറ്റുന്നു. അതായത് വേസ്റ്റേജ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ജിറ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന സവിശേഷത. Then JIT was first used in Japanese motor company Toyota. It was first developed by Toyota by Taichi Onna, vice president of Toyota, and Chiyogo Shingo. ഇതൊരു ജാപ്പനീസ് നെയിമാണ്. അപ്പൊ ജാപ്പനീസ് കമ്പനി ആയിട്ടുള്ള ടൊയോട്ടയിലാണ് ഈ ജിറ്റ് സിസ്റ്റം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, then objectives of JIT. An important objective of JIT is to ensure purchase or production at the right quantity at the right time. ഒരു ജിറ്റ് സിസ്റ്റത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം എന്നറിയാലോ. ജസ്റ്റ് ഇൻ ടൈം ദേ ആർ നീഡ്. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് ഓർഗനൈസേഷനിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പർച്ചേസും അതിന്റെ പ്രൊഡക്ഷനും ശരിയായ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ റൈറ്റ് ടൈമിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ജിറ്റ് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. Another objective is to purchase, produce and deliver product just when needed. മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ പർച്ചേസ് നടത്തുക, പ്രൊഡ്യൂസ് നടത്തുക, അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുക പ്രൊഡക്റ്റ് എപ്പോഴാണോ അതിന് ആവശ്യം വരുന്നത് ആ സമയത്ത്. അതർ ഒബ്ജക്റ്റീവ് ആർ ഫോളോസ്. അത് കൂടാതെ മറ്റു പ്രധാന ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ടു റെഡ്യൂസ് ഇൻവെന്ററീസ് ടു എ വെരി ലോ ലെവൽ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ സ്റ്റോക്ക് ലെവല് വളരെ ചെറിയ സ്റ്റോക്ക് ലെവലിലേക്ക് കൊണ്ടുവരിക. അപ്പൊ സ്റ്റോക്കിൽ നമ്മുടെ പണം മുടങ്ങിക്കിടക്കുന്നത് ഇല്ലാതാക്കാൻ സഹായിക്കും. ടു മിനിമൈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ടു റെഡ്യൂസ് വേസ്റ്റ് ഓർ ഡിലേ ബൈ എലിമിനേറ്റിംഗ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഒഴിവാക്കിക്കൊണ്ട് വേസ്റ്റും അതുപോലെ ഡിലേ വരുന്നതും എല്ലാം കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ടു റെഡ്യൂസ് പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കുക. ടു എൻഷുർ ടൈംലി ഡെലിവറി ഷെഡ്യൂൾ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഫേം. ഫേമിനകത്തും പുറത്തും സമയബന്ധിതമായിട്ടുള്ള ഡെലിവറി ഉറപ്പുവരുത്തുക. ടു എലിമിനേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ബോട്ടിൽനെക്ക്. അതായത് പ്രൊഡക്ഷനെ ലിമിറ്റിംഗ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. ടു അച്ചീവ് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്തുക. ടു എൻഷുർ സീറോ ബ്രേക്ക് ഡൗൺ ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ പ്രൊഡക്ഷൻ. ബ്രേക്ക് ഡൗൺ ആയിട്ട് പ്രൊഡക്ഷൻ ഇന്ററപ്റ്റഡ് ആവുന്നതും അതുപോലെ ഒക്കെ എന്താണ് ഇല്ലാതാക്കുക. ദെൻ ടു പ്രൊവൈഡ് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ടു മിനിമൈസ് ദി സെറ്റപ്പ് ടൈം മിനിമൈസ് ചെയ്യുക. തുടങ്ങിയവയൊക്കെയാണ് ജിറ്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കൺസെപ്റ്റ്, ജിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. മീനിങ് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അതൊക്കെ. ഓക്കെ, the ultimate goal of JIT is to reduce wastage and increase productivity. അപ്പം ജിറ്റ് സിസ്റ്റത്തിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുക, അതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ ഒന്നുകൂടി പറയാം, ജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ദേ ആർ നീഡഡ്. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് ഓർഗനൈസേഷനിൽ വരിക. അപ്പോൾ ഓർഗനൈസേഷൻ സ്റ്റോക്കിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഒരു പരിധി വരെ വലിയൊരു അളവിൽ ഇവിടെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പണം സ്റ്റോക്കിൽ കിടക്കുന്നത് കുറയുമ്പോൾ അത് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റീവായിട്ട് മണി എപ്പോഴും യൂസ് ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് വരുത്താൻ ഈ ഒരു ജിറ്റ് സിസ്റ്റത്തിനോട് സാധിക്കുന്നതാണ്. ദെൻ ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ജിറ്റ്. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ നിന്നൊക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് അത് തന്നെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എഴുതുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി എന്ന് മാത്രം നോക്കാം. ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ജിറ്റ്. എന്തൊക്കെയാണ് ജിറ്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. Then main advantage of JIT is that it helps to reduce the inventory level.
and make larger savings. The other advantages of JIT are as follows. First one, to ensure that the right quantities of material are purchased or produced at the right time. Second, it reduces the storage cost of inventory. ഇതൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. To reduce investment in inventories. It minimizes the chance of stock becoming obsolete. അതായത് നമ്മുടെ സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എന്താണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് നമുക്ക് മൂവ്മെന്റ് ഇല്ലാത്ത ഐറ്റം ആയിട്ട് നമുക്കറിയാം. ഒബ്സൊലേറ്റ് ആവുക എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് അത് നമ്മുടെ മാർക്കറ്റ് ട്രെൻഡിൽ നിന്ന് പുറത്തു പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെ മാർക്കറ്റ് ട്രെൻഡിൽ നിന്ന് പുറത്തു പോകാന്നുള്ളത് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ആവാനുള്ള സാധ്യത എന്താണ് ഇല്ലാതാക്കുന്നതാണ്. ഇറ്റ് റെഡ്യൂസ് ദി പ്രോസസിംഗ് ടൈം. ഇറ്റ് എലിമിനേറ്റ് waste and increase the productivity of all factors of production. It reduces cost of the quality such as inspection, etc. It aims at minimizing setup time. It leads to higher quality. It increases flexibility and innovations. Okay. Then next, thus the main advantage of JIT is overall reduction in cost. ഒരു JIT സിസ്റ്റത്തിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിൽ ഓവറോൾ എന്താണ് റിഡക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ദ നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് JIT. JIT സിസ്റ്റത്തിന് താഴെ പറയുന്ന ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിലും താഴെ പറയുന്ന ലിമിറ്റേഷൻസ് JIT സിസ്റ്റത്തിനുണ്ട്. എന്തൊക്കെയാണ്? The whole production process is delayed if stock is not delivered in time. നമുക്കറിയാം ജസ്റ്റ് ഇൻ ടൈം ദേ ആർ നീഡഡ് എന്നാണ് JIT സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സ്റ്റോക്ക് കൃത്യമായിട്ട് ഇൻവെന്ററി കൃത്യമായിട്ട് ലഭിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൃത്യമായിട്ട് ലഭിക്കാതിരിക്കുമ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ടാകാം, ഡിലേ ഉണ്ടാകാം. ഓക്കെ, അത് പ്രൊഡക്ഷൻ ഡിലേ ആക്കാൻ പലപ്പോഴും ഇത് ഇടയാക്കും എന്നുള്ളതാണ്. Then purchase are made in small quantities, hence there is no benefit of bulk purchasing. പിന്നെ JIT സിസ്റ്റത്തിന് പ്രത്യേകത നമുക്കറിയാം, ബൾക്ക് പർച്ചേസിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ എന്ന് പറയാറുണ്ട്. നമുക്ക് ആ ബൾക്ക് പർച്ചേസിംഗ് നടത്തുന്ന ബെനിഫിറ്റ് ഉണ്ടല്ലോ, ആ ബെനിഫിറ്റ് ഇവിടെ നഷ്ടമാകും. കാരണം നമ്മൾ JIT സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കൊണ്ട് തന്നെ നമുക്ക് ബൾക്ക് പർച്ചേസിംഗ് നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് ഇവിടെ നഷ്ടമാകും. Then it is not easy to implement. Time is required to build sound relationship with supplier. It requires careful and thorough planning and preparation. അപ്പോൾ ഈ JIT സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. പറയാൻ നമുക്ക് ഈസിയാണ്, നമുക്ക് എപ്പോഴാണ് സാധനം വേണ്ടത് അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി എന്ന് പറയാം. ഓക്കെ, പക്ഷെ നമുക്ക് എപ്പോഴാണ് സാധനം വേണ്ടത്, എപ്പോഴാണ് റോ മെറ്റീരിയൽ വേണ്ടത്, അതേ സമയത്ത് ആ റോ മെറ്റീരിയൽ നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് നമ്മുടെ സപ്ലയറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് സമയമെടുക്കും. അതുപോലെ തന്നെ എന്താണ് വെറുതെ നല്ല കെയർഫുൾ, വളരെയധികം കെയർഫുൾ എന്താണ് കൃത്യമായിട്ടുള്ള തറോ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് വേണം നമ്മൾ അങ്ങനെ ഒരു സപ്ലയറെ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിന്റെ മെയിൻ ലിമിറ്റേഷൻ ആണ് എന്ത്, അതിന് അത്ര ഈസി അല്ല JIT സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഈസ് ഹൈ. JIT സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ നടത്താൻ അതിന് വരുന്ന കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും പോർഷൻസ് ആണ് നോക്കുന്നത്. നമ്മൾ ഇവിടെ 3 മെയിൻ കൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് പാരറ്റോ അനാലിസിസ് എന്നുള്ള കൺസെപ്റ്റ്, ദെൻ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്നുള്ള കൺസെപ്റ്റ്, ദെൻ പിന്നെ നമ്മൾ JIT സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് ആണ് നോക്കിയിട്ടുള്ളത്. ഈ 3ഉം നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഈ എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്നുള്ള പല ഏതെങ്കിലും ഒന്ന് പല കൺസെപ്റ്റുകളും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പം എല്ലാ കൺസെപ്റ്റ് വൈസ് നന്നായിട്ട് മനസ്സിലാക്കി തറവാക്കി വെക്കുക. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ചാപ്റ്റർ തന്നെയാണ് ഈ എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ച്. അപ്പം ഓരോ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോവുക, വെറുതെ കാണാതെ പഠിക്കുന്നതിന് പകരമായിട്ട്. ഓക്കെ, ശരി.